കേൾക്കാത്തവർ ആരും തന്നെയില്ല. പണ്ടൊരു കൊട്ടാരത്തിലെ രാജ്ഞിക്ക് നീലിയുടെ ബാധ കയറിയത്രേ. ദുഃഖിതനായ രാജാവ് പല വിദ്യകളും പയറ്റി നോക്കി. ഒടുവിൽ എന്തായിരിക്കും സംഭവിച്ചത്? നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാം. പോകാം കൊട്ടാരത്തിലേക്ക്. ഓ ഏടോ പാടാ, നേരെ ഇത്രയായിട്ട് നമ്മുടെ രാജാവിനെ കാണുന്നില്ലല്ലോ. ആ എടേ, നീ അറിഞ്ഞ എന്ത്? അടുത്ത ആഴ്ച മുതൽ കൊട്ടാരത്തിലെ സ്റ്റാഫുകളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നേ. അതിന് നാം വിഷമിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതെന്താണ്? അതിന് നമുക്ക് ശമ്പളമേ ഇല്ലല്ലോ. വീരശൂര പരാക്രമിയായ പച്ചതി ശിവരാജൻ ഇതോ എഴുന്നള്ളുന്നു. ഈ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യൂ. രാജാവായ നാം വന്നിട്ട് കാഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. കാഹളം മുഴങ്ങട്ടെ. അയ്യോ, ഒരു ഉയരുമില്ലാത്ത കാഹളം. അല്ല, ഇതാരും മന്ത്രിയോ? അതെ. മന്ത്രി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചോദിച്ചത് നന്നായി. രാജൻ, അടുത്ത ആഴ്ച എന്റെ മകളുടെ കല്യാണമാണ്. അങ്ങ് എന്തെങ്കിലുമൊക്കെ തരണം. എങ്കിലും അടുത്ത് വാ, ഒരു ഉമ്മ തരാം. അതുമാതല്ല, പൈസ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരണമെന്ന്. എങ്കിലൊരു 100 രൂപ തരാം. അയ്യോ, ഞാൻ 501 പ്രതീക്ഷിച്ചു. ഇവിടെ 501 സോപ്പില്ലടെ, പകരം സൺലൈറ്റിന്റെ സോപ്പുണ്ട്. ഓ, ഇങ്ങനെടുത്ത് ചോദിച്ച എന്നെ വേണം അടിക്കാൻ. അമ്മ, എന്താ അകത്തൊരു ബഹളം? എടോ മന്ത്രി, തനിക്കറിയാമല്ലോ, എന്റെ സ്വന്തം റാണിയെ അവളെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് അവളുടെ ശരീരത്ത് നീലി എന്ന കൊടിയ മാല കയറി. അതിനെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം. എന്നാലേ എന്റെ ദുഃഖം തീരുവേ. രാജൻ, അങ്ങയുടെ ഈ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ ഒരു ഗായകൻ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. എന്താ പേര്? മുഹമ്മദ് റാഫി. ലോക്കലാണോ? അല്ല, ലോക്കലാ, തറ. അതല്ലേ, അടിപൊളി ഗായകനാണോ എന്ന്? പിന്നെ നാക്കുമുക്കൊക്കെ പാടും. ആണോ? എങ്കിൽ അവനെ വരാൻ പറയൂ. രാജാവാ വിളിക്കുന്നു. പാടി തള്ളിക്കൊടുക. ഞാൻ പറഞ്ഞില്ലേ, മാച്ചത്ത മനസ്സിന് തോലിട്ട മേലെ കിട്ടി. നിന്റെ ആക്കറാണെന്ന് വിചാരിക്കരുത്. നീ ആദ്യം പോയി നിന്റെ ഈ നാക്കും മൂക്കും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വാ. എന്നിട്ട് നാക്ക് മൂക്ക് പാടും. നീ എന്നാണ് അങ്ങനെ വിളിച്ചോണ്ട് വന്നത്? തന്നെ രാജൻ. വാച്ച് പൊട്ടിക്കഴിഞ്ഞ. അയ്യോ, പൊട്ടിക്കല്ലേ രാജൻ. പൊട്ടിയതെല്ലാം ഒട്ടിച്ചു കൊടുക്കപ്പെടും. പൊട്ടിയതെല്ലാം ഒട്ടിച്ചു കൊടുക്കപ്പെടും. ആരുടെ ആകണം വിളിച്ചു പോകുന്നത്? കേട്ടില്ലേ? പൊട്ടിയ സാധനങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കപ്പെടുന്നു. എങ്കിൽ അവനെ ഉടനെ വിളിക്കൂ. ഇങ്ങോട്ട് വേണം. പൊട്ടിയ സാധനങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുമല്ലേ? പൊട്ടിയ സാധനം എന്തുണ്ടെങ്കിലും അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കും. എങ്കിലിതാ ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഒട്ടിച്ചിങ്ങിതാ. ഇതൊന്നും കഴിഞ്ഞ ദീപാവലിക്ക് നാം പൊട്ടിച്ച കുറെ പടക്കങ്ങൾ. നീ പെട്ടെന്ന് ഒട്ടിച്ചു തന്നാലേ അടുത്ത ദീപാവലിക്ക് നമുക്കിത് പൊട്ടിക്കാൻ പറ്റൂ. ഒട്ടിച്ചതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നവൻ നമ്മുടെ കളി. രാജൻ, നല്ല ശ്രുതിമധുരമായ ഗാനം കേൾക്കും. ആരാ ഈ പാടുന്നത്? ചെന്ന് കയറിക്കൊടറേ. എന്റെ പെണ്ണും പിള്ള, അവക്ക് ബാധ കയറുമ്പോൾ അവള് പാടുന്നതാ. ബാധ കൂടുമ്പോ ഇത്ര മനോഹരമായിട്ട് പാടാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോന്ന്? ബാധ കൂടുന്ന പിള്ളേരാണ് ഈ പാട്ടിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതെന്ന്. എന്താണ് കിടന്ന് വിളിച്ചു പോകുന്നത്? റാണി മട്ടുപ്പാവിന്റെ മുകളിൽ സാരി ഉടുക്കാതെ പാട്ടും പാടി നടക്കുന്നു. ആകെ നാണക്കേടായല്ലേ. പേടിക്കണ്ട, ചുരിദാർ ഇട്ടിട്ടുണ്ട്. സമാധാനമായി. എടോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്താണ്? ഒരു കാര്യം ചെയ്യാം. ജാഗരം കണിയാരെ വിളിച്ച് റാണിയുടെ മോദം ഒന്ന് നോക്കിച്ചാലോ? എന്താട്ടെ? അല്ല, മോഹന കണിയാരെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് നോക്കിച്ചാലോ ഒന്ന്. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ നമ്മുടെ മുമ്പിലിട്ട് കത്തിക്കൂ. രാജൻ, അപ്പൊ വല്ലടെ എത്തിക്കാൻ ഉത്തരവ്. അങ്ങണ്ട വരാൻ താമസിച്ചത്. വരുന്ന വഴിക്ക് ഞാനൊരു കുളിസി കണ്ടടേ. കുളിസി കണ്ടതിന് താരത്തിനാണോ കരയുന്നത്? പിന്നെ ചത്തവനെ കുളിപ്പിക്കുന്നത് കണ്ടാ നിന്ന് ചിരിക്കൂ. എന്റെ പൊന്നു ഗുരു, എത്രയും വേഗം എന്റെ ഭാര്യയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന നീലി എന്ന കൊടിയ ബാധയെ അങ്ങ് ഒഴിപ്പിച്ചു തരണം. ഇനി വൈകിക്കണ്ട. ബാധ കയറിയ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഈ കളത്തിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്.
തരികിട നിത്തി തരികിട തൊന്തം തരികിട നന്നം തരികിട എന്റെ പൊന്നിരായ ഇത് ബാധ കയറിയതൊന്നും അല്ല. റാണിക്ക് വലിവിന്റെ അസുഖമുണ്ട്. കണ്ടില്ലേ നിന്ന് വലിക്കുന്നത്? ഇത് വലിവല്ല, ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാ. ഞാൻ ചോപ്പൻ. കണ്ടില്ലേ ചുവന്ന ഡ്രസ് ഇട്ടിരിക്കുന്നത്? കളിയാക്കണ്ട. എന്നിട്ട് വിളിയാടാതെ എനിക്ക് രക്തം വേണം. ഇതെന്ത് ഭാഷയാണ് രായ ഈ പറയുന്നത്? എന്റെ പൊന്നു മന്ത്രവാദി, ഇതാണ് കുഴപ്പം. ഇടയ്ക്കിടയ്ക്ക് ഇവള് തമിഴ് പറയും. നല്ല ടൈറ്റാൻ പോരാത്തതിന് ബെൽറ്റ് വിട്ടിട്ടുണ്ട്. ഇതോ മന്ത്രവാദി, അവളുടെ ഭാവം മാറി. അഭ്യാസങ്ങൾ കാണിച്ചു തുടങ്ങി. ഇവൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല. മന്ത്രവാദി, ഒന്ന് പറഞ്ഞു തരൂ. അങ്ങോട്ട് മാറിയില്ല, ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഇത് സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കാണുന്ന ഏതോ കൊടിയ ബാധയാണ്. അതെങ്ങനെ മനസ്സിലായതോ? കണ്ടില്ലേ അവള് വൈഡ് കാണിക്കുന്നത്? ഗുരു, ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഇതാണ് ഔട്ട്. ഇതല്ല ഗുരു, ഇതാണ് ഇടോ മന്ത്രവാദി, ഇവളുടെ ബാധ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് നമ്മെ രക്ഷിക്കുമെന്ന്. ശരി, നീ ഇല്ല, ഞാൻ ഒഴിഞ്ഞു പോകില്ല. എനിക്ക് ബ്ലഡ് വേണം. നമുക്ക് ഒഴിപ്പിക്കൽ ചടങ്ങിലേക്ക് കടക്കാം. ഞാൻ 3 പെട്ടികൾ നിരത്തി വെക്കും. അതിൽ 3 മന്ത്രങ്ങളും കാണും. ഈ മന്ത്രങ്ങൾ നിനക്ക് അനുകൂലമാണെങ്കിൽ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് നരകിക്കും. മത്സരം തുടങ്ങാം. ഞാൻ മത്സരിക്കാൻ റെഡി. അങ്ങനെയാണെങ്കിൽ പെട്ടികൾ കൊണ്ടുവരൂ. ഇനി നിനക്ക് ഇതിൽ നിന്നും ഒരു പെട്ടി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യൂ. പെട്ടി നമ്പർ 2. പെട്ടി തുറക്കൂ. ജാമ്പക തോട്ടത്തിൽ വള്ളി പറിക്കാൻ പോയി. ഇതാണ് ഈ പെട്ടിയിലെ മന്ത്രം. നീ രക്ഷപ്പെട്ടിരിക്കുന്നു. നിർത്തണി നിന്റെ കൊലച്ചിരി. വിളിക്കുന്നു. നീ ഇപ്പോൾ ഈ ദേഹം വിട്ടു പോയാൽ നിനക്ക് 3 കുപ്പി ബ്ലഡ് തരാമെന്നാണ് ബ്ലഡ് ബാങ്കർ പറയുന്നത്. ഇറ്റ് ഈസ് നോ ഡീലി, നോ ഡീലി. അടുത്ത പെട്ടി സെലക്ട് ചെയ്യൂ. പെട്ടി തുറക്കൂ. കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി. വളയുടെ നിറം എന്ത്? ഈ പെട്ടിയിലെ മന്ത്രം ഇതാണ്. നീ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. നിന്റെ കൊലച്ചിരി. ബ്ലഡ് ബാങ്കർ വീണ്ടും വിളിക്കുന്നു. നീ ഇപ്പോൾ ദേഹം വിട്ടു പോയാൽ നിനക്ക് 5 കുപ്പി ബ്ലഡ് തരാമെന്നാണ് ബ്ലഡ് ബാങ്കർ പറയുന്നത്. ഇറ്റ് ഈസ്